പ്രിയപ്പെട്ടവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ വളരെ ഹൈറാക്കി കൊടുക്കണേ, സന്തോഷകരമാക്കണേ. കയ്യബദ്ധങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നിലും വരുത്തല്ല. കൈപുണ്യങ്ങളെ ഹബ്ബേ നല്ല നിലക്ക് എല്ലാ വിരുന്നുകളും അതിനെ ഹബ്ബേ പരിപൂർണമായി അനുയോജ്യമാക്കി കൊടുക്കണേ. എല്ലാം വിജയകരമാക്കി കൊടുക്കണേ. ഒന്നിനും പരാജയം നൽകല്ല റബ്ബേ. എല്ലാം കൊണ്ട് സന്തോഷകരമായ അവസ്ഥയിൽ എത്തിക്കണേ. രോഗികൾക്കെല്ലാം സമരം നൽകപ്പെടുന്ന റബ്ബേ, നല്ല പരിശോധന നൽകപ്പെടുന്ന എല്ലാം വിജയകരമായ റബ്ബേ എല്ലാ നിലക്കും നീ ഏറ്റെടുക്കുന്ന റബ്ബേ ഇഷ്ടപ്പെടുന്ന മഹാന്മാരുടെ പൊരുത്തമുള്ള നല്ല സ്ഥാപനമാക്കണേ. നിന്നൊക്കെ വേണ്ട പ്രവർത്തനങ്ങൾ വേണ്ട രൂപത്തിലെല്ലാം ചെയ്ത് റബ്ബേ രോഗികൾക്കെല്ലാം തൃപ്തിപ്പെട്ട് റബ്ബേ എല്ലാ തരത്തിലും റബ്ബേ വിജയം നൽകണേ. ഒരു തരത്തിലും പരാജയം വരുത്തല്ല. ഞങ്ങൾ ഓതിയതെല്ലാം മഹത്വത്തിൽ എത്തിച്ചവരെ നൽകണേ. റബ്ബേ ഞങ്ങൾ ഒട്ടുപിരിയപ്പെട്ട എല്ലാവർക്കും പുറത്തു കൊടുക്കണേ. റബ്ബേ ഞങ്ങളോട് ഒരുമിച്ച് കൂടാൻ കാരണക്കാരായ ബഹുമാനപ്പെട്ട കുഞ്ഞിക്കാക്കനി പുറത്തു കൊടുക്കണേ. ഒരുമിച്ച് കൂട്ടി ഞങ്ങളെ പ്രത്യേകം ഇതിന്റെ ഉദ്ഘാടനങ്ങൾ ഞങ്ങളോട് കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കുന്ന മുൻസർ നവാസ് സാഹിബ് അവർക്ക് എല്ലാ ഹൈറും ഇതിന്റെ പിന്നിലൂടെ. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. BJP കട്ടക്കിറങ്ങി. ഇതാ വീണ്ടും സജി ചെറിയാൻ എയറിൽ. കേന്ദ്ര പദ്ധതിയുടെ കായംകുളം കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇസ്ലാമിക മതാചാര പ്രാർത്ഥന. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രഥമ ശ്രേണിയിലെ പദ്ധതി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കായംകുളം കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇസ്ലാമിക മതാചാര പ്രാർത്ഥനയോടുകൂടി നടന്നത് ഇപ്പോൾ വലിയ വിവാദമായി. ഉദ്ഘാടന ചടങ്ങിൽ റാത്തിബും ദുവ മജ്ലിസും നടത്തുകയായിരുന്നു. CPM ഭരിക്കുന്ന കായംകുളം നഗരസഭയുടെ 43-ാം വാർഡിലായിരുന്നു വിവാദ സംഭവം. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. CPM MLA പ്രതിഭ ഹരി അധ്യക്ഷയായിരുന്നു. സർക്കാർ ചടങ്ങിൽ ഇസ്ലാമിക മതാചാരങ്ങൾ ഉൾപ്പെടുത്തിയതിനെതിരെ BJP ശക്തമായി പ്രതികരിച്ചു. ഇത് ഭരണഘടനയെയും രാജ്യത്തെ മതനിരപേക്ഷ മൗലികതകളെയും അപമാനിക്കുന്നതാണ് എന്ന് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി ആരോപിച്ചു. മുസ്ലിം ലീഗ് വിജയിച്ച വാർഡായതുകൊണ്ട് ആ ഭാഗം ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിച്ചോ എന്നാണ് സന്ദീപ് വചസ്പതിയുടെ ചോദ്യം. ഇത് സംബന്ധിച്ച് വിശദമായൊരു ഫേസ്ബുക്ക് കുറിപ്പ് സന്ദീപ് വചസ്പതി പോസ്റ്റ് ചെയ്തു. സർക്കാർ ആശുപത്രി നിസ്കാരപുരയോ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പദ്ധതിയായ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ കായംകുളം കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ റാത്തിബും ദുആ മജ്ലിസും നടത്തിയത് ഭരണഘടനാ ലംഘനവും മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളിയുമാണ്. CPM ഭരിക്കുന്ന കായംകുളം നഗരസഭയിലെ 43-ാം വാർഡിലായിരുന്നു സംഭവം. ഭരണഘടന കുന്തവും കുടച്ചക്രവും ആണെന്ന നിലപാടുള്ള മന്ത്രി സജി ചെറിയാനായിരുന്നു ഉദ്ഘാടകൻ. CPM MLA ശ്രീമതി പ്രതിഭ ഹരി അധ്യക്ഷയും. മുസ്ലിം ലീഗ് വിജയിച്ച വാർഡിലായതുകൊണ്ട് ആ പ്രദേശം ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിച്ചോ എന്ന് CPM വ്യക്തമാക്കണം. കായംകുളം നഗരസഭയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം ശരിയത്ത് നിയമം പ്രാബല്യത്തിൽ വന്നതായി പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ സർക്കാർ ചടങ്ങിൽ ഇത്തരം ആചാരം നടത്തിയവർക്കെതിരെ കേസെടുക്കണം. CPM ലീഗ് അവിശുദ്ധ കൂട്ടുകെട്ട് ഭരണഘടനയെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞു. ഇത് പുരോഗമന സമൂഹത്തിന് ഭീഷണിയാണ്. കായംകുളം നഗരസഭയിൽ ശരിയത്ത് നിയമം നടപ്പാക്കാനുള്ള CPM ലീഗ് നീക്കത്തിനെതിരെ BJP ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും. സമൂഹത്തിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനുള്ള അപകടകരമായ രീതിക്കെതിരെ ബഹുജന പ്രക്ഷേപം ഉയരണമെന്നും അഭ്യർത്ഥിക്കുന്നു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തോറ്റമ്പിയത് CPM-നെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരുന്നു. അമിതമായ ന്യൂനപക്ഷ പ്രീണനമാണ് CPM-ന് വിനയായത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു. അതിനിടയിൽ ന്യൂനപക്ഷത്തിൽ നിന്ന് വേർതിരിഞ്ഞ് ഭൂരിപക്ഷത്തിലേക്ക് തിരിയാനുള്ള ശ്രമങ്ങൾ CPM നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് അതും തിരിഞ്ഞുകൊള്ളുന്ന കാഴ്ചയായിരുന്നു പാർട്ടിക്ക്. ഇപ്പോഴിതാ കടുത്ത ന്യൂനപക്ഷ പ്രീണനവുമായി സംസ്ഥാന സർക്കാരും പാർട്ടിയുമൊക്കെ ഇറങ്ങിത്തിരിക്കുന്നു. ചൈന പോലുള്ള രാജ്യങ്ങൾ സാങ്കേതിക വിദ്യകളിൽ മുന്നേറുമ്പോൾ ഇവിടെ ഇന്ത്യ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുകയാണ് എന്ന് ജോൺ ബ്രിട്ടാസ് പരിഹസിച്ചിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്കിടവരുത്തി. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റിനോട് പ്രതികരിക്കുമ്പോഴായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ ഈ അവഹേളനം. മൗനി അമാവാസി എന്ന 144 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന വിശുദ്ധമായ ഗ്രഹനിലകളാൽ അനുഗ്രഹിക്കപ്പെട്ട ജനുവരി 29-ന് കോടിക്കണക്കിന് പേർ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിച്ച് പുണ്യം നേടി ഏതാനും മണിക്കൂറുകൾക്കകമായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ ഇത്തരം പരിഹാസം. കുംഭമേളയെ പരിഹസിച്ച ജോൺ ബ്രിട്ടാസിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി തന്നെ കളത്തിലിറങ്ങി.
ഒരു വശത്ത് കുംഭമേളയെ അവർ ആക്രമിക്കും, മറുവശത്ത് ഇസ്ലാമിക മതാചാര പ്രാർത്ഥന. ഈ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ BJP ചോദ്യം ചെയ്യുന്നത്. ഒരു കാലത്ത് പാർട്ടിയുടെ കോട്ടയായിരുന്ന ആലപ്പുഴ ജില്ലയിൽ വലിയ തോതിൽ കാലടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു CPM-ന്. ഭൂരിപക്ഷ സമുദായാംഗങ്ങൾ കൂടുതലായി BJP-യിലേക്ക് ചേക്കേറിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കുന്നു. സന്ദീപ് ബജസ്പതിയെപ്പോലൊരു നേതാവിനെ അവർക്ക് BJP പ്രസിഡന്റായി ലഭിച്ചിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ തീപാറുന്ന മത്സരമായിരുന്നു BJP-ക്ക് അനുകൂല തരംഗം സൃഷ്ടിച്ചതെങ്കിൽ ഇപ്പോൾ ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തി കൂടുതൽ ഭൂരിപക്ഷ സമുദായാംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് തള്ളിയോടിക്കാനാണ് മറുവശത്ത് CPM ശ്രമിക്കുന്നത്. കുംഭമേളയെപ്പോലും വിമർശിക്കുന്ന പാർട്ടി നേതാക്കൾ കേരളത്തിലുണ്ട്. അപ്പോൾ പിന്നെ ഇത്തരം ആയുധങ്ങൾ എതിർപ്പാളയത്തിന്റെ കയ്യിലിട്ട് കൊടുക്കാൻ എന്തിനാണ് പാർട്ടിയും സർക്കാരും ഒക്കെ ശ്രമിക്കുന്നത്? സർക്കാരിന്റെ മർമ്മത്ത് തന്നെയാണ് ഇപ്പോൾ സന്ദീപ് ബജസ്പതി ആഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഉത്തരം പറഞ്ഞേ തീരൂ സജി ചെറിയാനെ പോലെയുള്ളവർ. സജി ചെറിയാന് ഇതിലും വലിയ പണി ഇനി കിടക്കുന്നുവെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. കാത്തിരുന്ന് കാണാം. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങള് ഏതെങ്കിലും ഒരു മുജാഹിദ് സമ്മേളനത്തിന്റെ വേദിയിൽ നിന്നോ ഏതെങ്കിലും ഒരു ഇസ്ലാം മത പ്രഭാഷണ വേദിയിൽ നിന്നോ ഉള്ള ദൃശ്യങ്ങളല്ല നിങ്ങൾ കണ്ടത്. ഒരു സർക്കാർ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത ചടങ്ങാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളം നഗരസഭയിലെ 43-ാം വാർഡില് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെയും ഉടമസ്ഥതയിലുള്ള സംസ്ഥാന സർക്കാർ സഹകരണത്തോടുകൂടി നടത്തുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന പേരിൽ കേന്ദ്ര സർക്കാർ 2018 മുതൽ രാജ്യത്ത് തുടങ്ങുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. അതിന്റെ ശാഖയാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടന്നത്. കായംകുളം നഗരസഭയിലെ 43-ാം വാർഡിലാണ് ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായത്. ഈ നഗരസഭ ഭരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ CPIM ആണ്. എന്ന് മാത്രമല്ല അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി CPIM നേതാവ് കൂടിയായ ശ്രീമാൻ സജി ചെറിയാനായിരുന്നു. അതിന്റെ അധ്യക്ഷയായിട്ടുള്ളത് സ്ഥലം MLA-യും CPM-ന്റെ ജില്ലാ സെക്രട്ടറി അംഗവുമായ ശ്രീമതി പ്രതിഭയായിരുന്നു. അപ്പൊ അങ്ങനെ CPIM നേതൃത്വം നൽകുന്ന നഗരസഭയും CPIM-ന്റെ നേതാക്കന്മാരും പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിന്റെയും ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. ആകെ പ്രത്യേകത ഈ 43-ാം വാർഡ് ഭരിക്കുന്നത് അല്ല അവിടുത്തെ മെമ്പർ മുസ്ലിം ലീഗ് ആണ് എന്ന് മാത്രമാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്, മുസ്ലിം ലീഗ് വിജയിച്ച വാർഡിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സ്ഥാനമൊന്നുമില്ലേ? അതോ അവിടെ ശരീഅത്ത് നിയമമാണോ നടപ്പാക്കിയിട്ടുള്ളത്? എന്തിനാണ് ഒരു സർക്കാർ പരിപാടിയിൽ ഇത്തരത്തില് ഒരു മത ചടങ്ങ് നടത്തിയത് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. ഇത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണ്. ഭരണഘടന കുന്തവും കുടച്ചക്രവും ഒക്കെയാണ് എന്ന് പറയുന്ന അഭിപ്രായമുള്ള മന്ത്രി ആയതുകൊണ്ടാണോ ഭരണഘടനയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ആ ചടങ്ങിൽ കൊടുക്കാത്തത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇത് ചാലിശ്ശേരി തങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രാർത്ഥനാ ചടങ്ങ് നടന്നത്. ഞാൻ ചില മുസ്ലിം സഹോദരന്മാരോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇതിന് റാത്തീബ് ദുആ മജ്ലിസ്, റാത്തീബ് പ്രാർത്ഥന അല്ലെങ്കിൽ ദുആ മജ്ലിസ്, സാങ്കേതികമായി തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ വ്യവഹാര പദങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അവിടെ റാത്തീബ് ചടങ്ങ് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഉടമസ്ഥതയിൽ വരുന്ന ഒരു സ്ഥാപനത്തിൽ ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങ് നടത്തുകയും അതിന് മതേതരത്വം എന്നുള്ളത് വലിയ വായിൽ പുരപ്പുറത്ത് കയറുമെന്ന് പറയുന്ന CPIM-ന്റെ നേതാക്കന്മാര് ഒത്താശ ചെയ്തു കൊടുത്തതും എന്നും അറിയാൻ താല്പര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയാണ് ഭാരതത്തിൽ നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ളത്. ഭരണഘടന അനുസൃതമായാണ് സർക്കാർ പരിപാടികൾ നടത്തേണ്ടത് എന്നാണ് നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ കായംകുളം നഗരസഭയിൽ ശരീഅത്ത് നിയമമാണോ നടപ്പാക്കാൻ ലീഗ് ഉദ്ദേശിക്കുന്നത്? അതിന് CPIM കുടപിടിക്കുകയാണോ? ഇതേപ്പറ്റി സംസ്ഥാന സർക്കാർ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവര് വിശദീകരണം നൽകണം. കാരണം ഇത്
ഇന്ത്യ പോലെയുള്ള ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത തരം ഒരു ചടങ്ങാണിത്. അവിടെ മുസ്ലിം ജനസംഖ്യ കൂടുതലുണ്ട്. 43-ാം വാർഡിൽ സാങ്കേതികമായി അത് ശരിയാണ്. അങ്ങനെ അതാത് ഡെമോഗ്രാഫിയുടെ അടിസ്ഥാനത്തിലാണോ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഇനി നടത്തേണ്ടത്? പൊതുഖജനാവിന്റെ പണം ചെലവഴിച്ച് നടത്തുന്ന സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ മതപരമായ ചടങ്ങുകൾ നടത്തുന്ന പതിവ് സംസ്ഥാന സർക്കാരിനുണ്ടോ? അതോ പ്രത്യേക മതവിഭാഗം എന്ന എന്തെങ്കിലും പരിഗണന കായംകുളത്തോ സംസ്ഥാനത്തോ മുസ്ലിം മതവിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ടോ? മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാക്രമങ്ങളോട് ഇതാണോ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നൊക്കെയാണ് മതേതര കേരളം എന്ന് പുകഴ്പെറ്റ അല്ലെങ്കിൽ നാം ഒക്കെ അഭിമാനിക്കുന്ന കേരളം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് സാംസ്കാരിക കേരളത്തിന് മാത്രമല്ല, ഏതൊരു പുരോഗമന ജനാധിപത്യ സമൂഹത്തിനും അപമാനകരമാണ്. ഇത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണ്. ഇതിനെതിരെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതുണ്ട്. അതിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. ഇത്തരത്തിൽ ഏകപക്ഷീയമായ രീതിയിൽ ഏതെങ്കിലുമൊക്കെ മതത്തിന്റെ ചട്ടക്കൂടിലേക്ക് സർക്കാരിനെ കൊണ്ടുചെന്ന് കെട്ടുന്ന നടപടി CPIM അടിയന്തരമായി അവസാനിപ്പിക്കണം. കായംകുളം നഗരസഭയിൽ മുസ്ലിം ലീഗും CPIM ചേർന്ന് നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവാണ് ഇത്. മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ സർക്കാർ പരിപാടിയെ ഇത്തരത്തിൽ വികലമാക്കിയത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ശ്രീമാൻ സജി ചെറിയാൻ. ജില്ലയിലെ തന്നെ മുതിർന്ന, സംസ്ഥാനത്തെ തന്നെ മുതിർന്ന CPIM നേതാവാണ്. നഗരസഭ ഭരിക്കുന്നത് CPIM ആണ്. ആരോഗ്യ വകുപ്പ് ഭരിക്കുന്ന CPIM ആണ്. ആഭ്യന്തര വകുപ്പ് കൈകാളുന്നത് CPIM ആണ്. മുഖ്യമന്ത്രി CPIMന്റേതാണ്. അപ്പൊ അങ്ങനെ CPIMന്റെ സർവാധിപത്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്തിനാണ് ഇത്ര നഗ്നമായ ഒരു മത ചടങ്ങ് അവിടെ നടത്തിയത്? അതിന് സജി ചെറിയാനും പ്രതിഭയും എന്തിനാണ് അതിൽ കൂട്ടുപിടിച്ചത്? അവരുടെ മൗന അനുവാദത്തോടു കൂടിയാണ് ഇത്തരം ഒരു ചടങ്ങ് അവിടെ നടന്നിട്ടുള്ളത്. ഇത് ഒരു രീതിയിലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം. ഇതിന് മന്ത്രിയോ നേതാക്കന്മാരോ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സമാജത്തോട്, സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് BJPയുടെ ആലപ്പുഴ ജില്ലാ ഘടകം നേതൃത്വം നൽകും. അങ്ങനെയാണോ ഉദ്ഘാടനം മന്ത്രി പങ്കെടുക്കാൻ പോകുന്ന ഒരു കെട്ടിടം അങ്ങനെ തോന്നിവാസത്തിന് വിട്ടുകൊടുക്കുന്ന പതിവുണ്ടോ? ഒരു മന്ത്രി വരാൻ പോകുന്ന ഒരു കെട്ടിടം, അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ല. അവിടെ എന്തും നടത്താൻ അനുവദിക്കുമോ പോലീസ്? മന്ത്രി വരുന്നു, MLA വരുന്നു, നഗരസഭയുടെ മുനിസിപ്പൽ ചെയർമാൻ വരുന്നു. അങ്ങനെ ഒരു കെട്ടിടത്തിൽ എന്ത് തോന്നിവാസത്തിനും വിട്ടുകൊടുക്കുന്ന പതിവ് കേരള പോലീസിനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും മറുപടി പറയാനില്ല. അങ്ങനെയാണോ സാധാരണ ഇവിടെ? മന്ത്രിയുടെയോ നഗരസഭയുടെ അനുമതി ഇല്ലാതെ അങ്ങനെ ചടങ്ങ് അവിടെ നടത്താൻ പറ്റുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ.